സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പാലക് പറാട്ട ഉണ്ടാക്കാം. അതിന് ആദ്യം എന്താണ് വേണ്ടത് എന്ന് നോക്കാം. ഒരു പിടി പാലക്കിൻ്റെ ഇല കഴുകി വൃത്തിയാക്കി 2 ഗ്ലാസ് വെള്ളമെടുത്ത് അത് തിളയ്ക്കുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കഴുകി വൃത്തിയാക്കിയ ഇല ഇട്ട് കൊടുക്കുക. 1 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് കോരിയെടുത്ത് ഐസ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. കുറേ നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. കുറേ നേരം തിളപ്പിച്ചാൽ ഇലയുടെ നിറം മാറി വരും. ഇത് തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കുറച്ചു നേരം ഇട്ട് വെച്ച ശേഷം ഇതിൽ നിന്ന് പിഴിഞ്ഞെടുത്ത് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കും. ഇനി അരയ്ക്കുമ്പോൾ പച്ചമുളക് കൂടി ഇട്ട് അരച്ചെടുക്കാം. 1/4 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് അരച്ചെടുക്കാം. നല്ലതുപോലെ അരഞ്ഞിട്ടുണ്ട്. ഇനി ഇത് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിൽ 1/2 ടീസ്പൂൺ ഉപ്പും ഇട്ട് ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇടുക. അതിനുശേഷം 2 നുള്ളി കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക. ഒന്ന് നല്ലതുപോലെ കുഴച്ചെടുക്കാം. കുറച്ച് വെള്ളമൊഴിച്ച് നല്ലതുപോലെ കുഴച്ചെടുക്കാം. കുഴച്ചെടുക്കുമ്പോൾ കുറച്ച് വെള്ളം നോക്കി ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഈ മാവ് അരമണിക്കൂർ നേരം ഒരു നനഞ്ഞ തുണി കൊണ്ട് മൂടി വയ്ക്കാം. അരമണിക്കൂറിന് ശേഷം പലകയിൽ പൊടിയിട്ട് ചെറിയ ഉരുളകളായി പരത്തിയെടുക്കാം.
ഇങ്ങനെ പരത്തിയ ശേഷം ഇതിൻ്റെ മുകളിൽ അല്പം ഓയിൽ തേച്ച് കൊടുക്കാം. അതിനുശേഷം കുറച്ച് പൊടിയിട്ട് കൊടുത്ത് ഒന്നുകൂടി തേച്ച് മടക്കിയെടുക്കാം. അതിൻ്റെ മുകളിലും അല്പം ഓയിൽ തേച്ച് പൊടിയിട്ട് കൊടുക്കാം. ഗോതമ്പ് പൊടിയാണ് ഇടുന്നത്. ഇനി ഒന്നുകൂടി മടക്കി ഒന്ന് അമർത്തി ചെറുതായി പരത്തിയെടുക്കാം. ഇങ്ങനെ പരത്തിയത് ദോശക്കല്ലിലിട്ട് ചുട്ടെടുക്കാം. ഇത് സ്ക്വയറായും പരത്തിയെടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പരത്തിയെടുക്കാവുന്നതാണ്. ഇതിൻ്റെ മുകളിൽ അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് മറിച്ചും തിരിച്ചും ഇട്ട് കൊടുക്കാം. പാലക്കിൻ്റെ ഇല അരയ്ക്കുമ്പോൾ അതിലേക്ക് ഒരു 3-4 വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ട് അരച്ചെടുത്താൽ നല്ല സ്വാദായിരിക്കും. ഇഞ്ചിയും വെളുത്തുള്ളിയും ആരോഗ്യത്തിനും കൂടി നല്ലതാണ്. ഇത് ആയിട്ടുണ്ട്. ഇനി ഇത് എടുക്കാം. ഇങ്ങനെ എല്ലാതും ചുട്ടെടുക്കാം. കാണുന്ന ഭംഗി പോലെ തന്നെ തിന്നാനും സ്വാദാണ്. നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.